17-ാം ദിവസത്തെ നോമ്പ് ധ്യാന ചിന്തയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ചിന്താ വിഷയം ക്ഷമയെന്ന ഔഷധം. ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്ത വേദഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ തിരുവചനം. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായികൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ഈ ആണ്ടും കൂടി നിൽക്കാനാവുന്നത് ചില നിഗൂഢ ധാരണകളുടെ മേലാണ്. ചിലതൊക്കെ കഴുകി വെടിപ്പാക്കാനും മറ്റു ചിലത് നാമ്പിടുന്നതിനുമാണ്. തോട്ടക്കാരൻ നോക്കിയിരിക്കുന്നത് നന്മയുടെ തളിരുകൾക്ക് വേണ്ടിയാണ്. ലോകം ശ്രവിച്ചതിലും ഉരുവിട്ടതിലും വച്ച് ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് പിതാവായ ദൈവത്തോട് പുത്രൻ നടത്തുന്ന ഈ അപേക്ഷ. തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആദ്യ പാഠവും പഠിപ്പിക്കലും ഇത് തന്നെ. ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥനയും ധ്യാനവും എല്ലാം വാക്കുകളിൽ മാത്രമാകുന്നു. പ്രവൃത്തിയിൽ ആ ക്ഷമ നിഴലിക്കുന്നതേയില്ല. ക്രിസ്തുവിൽ അന്തർലീനമായിരിക്കുന്ന ആ ക്ഷമയെ കണ്ടെത്തുവാൻ മാനവരാശിക്ക് സാധിക്കുന്നില്ല. നഷ്ടത്തിൽ നിന്നും വേദനയിൽ നിന്നും ഉയരുകയും ഉതിരുകയും ചെയ്യുന്ന ക്ഷമയും അതിൽ നിന്നും ലഭിക്കുന്ന ബലവും ആകണം ധ്യാനം. ലോകം കണ്ടതിൽ വച്ച് ഏറ്റവും അനുകരണീയമായ നോമ്പും ധ്യാനവും പ്രാർത്ഥനയും ക്രിസ്തുവിൻ്റേത് തന്നെ. ശ്രേഷ്ഠമായ ഈ പ്രാർത്ഥന ഒരു മധ്യസ്ഥതയാണ്. യഥാർത്ഥമായിട്ടുള്ള നോമ്പും നമസ്കാരവും പ്രാർത്ഥനകളും ആദരാർപ്പണയാഗമാകണം. പീഡാനുഭവം ഒരിക്കലും സ്വയത്തിലേക്ക് ഒതുങ്ങുവാനുള്ളതല്ല. അപരന്റെ വേദനയും കണ്ണുനീരും ഏറ്റെടുത്ത് അവന് വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥതയണയ്ക്കുമ്പോൾ സ്വന്തം പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്ന തിരിച്ചറിവിലേക്ക് നാം എത്തും. ഇപ്പോൾ ക്രിസ്തുവിൻ്റെ പീഡാനുഭവം അർത്ഥവത്താകുന്നു. ക്രിസ്തുവിൻ്റെ കഷ്ടതയോടും കുരിശിനോടും ഏകീഭവിക്കുവാനും ഉപദ്രവിക്കുന്നവന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ആത്മീയ ബലം ആവശ്യമാണ്. ഈ ആത്മീയ ബലം ഏതൊരു വ്യക്തിയെയും ഉൾക്കൊള്ളുന്നതിന് ഉതകുന്ന വിധത്തിലായിരിക്കും ലഭിക്കുക. ക്രിസ്തു വേറിട്ട് പ്രാർത്ഥിച്ചതും നോമ്പാചരിച്ചതും ലോകത്തെ കീഴ്പ്പെടുത്തുവാനുള്ള ബലത്തിനല്ല, ലോകത്തിലുള്ളവരെ തൻ്റെ പിതാവിന് വേണ്ടി നേടുവാനാണ്. ഈ നാളിലെ പീഡാനുഭവവും പ്രാർത്ഥനയും സഹനവും ക്രിസ്തുവിന് വേണ്ടി ഒരുവനെ നേടുവാനുള്ള മധ്യസ്ഥതയാകട്ടെ. ധ്യാനം നിങ്ങളിലെ പ്രകാശത്തെ കണ്ടെത്തുവാൻ സഹായിക്കും. ഓരോരുത്തർക്കും ഓരോ വിളക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ചിലപ്പോൾ അഗാധങ്ങളിൽ എവിടെയോ നിങ്ങൾ മറന്നിട്ടുണ്ടാകാം. അതിനെ കണ്ടെത്തി ഹൃദയരേഖകളിലൂടെ സംവഹിച്ച് മൂർത്താവെന്ന ദിവ്യപീഠത്തിൽ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമമാണ് ധ്യാനം. മറ്റുള്ളവരുടെ കുറവുകൾ നീ ക്ഷമിക്കുക, എന്നാൽ നിന്റെ കുറവുകളും ക്ഷമിക്കപ്പെടും. സമർപ്പണ പ്രാർത്ഥനയ്ക്കായി നമുക്കൊരുങ്ങാം. ഇനിയുള്ള പ്രാർത്ഥനാ വാചകങ്ങൾ കേട്ടതിന് ശേഷം അല്പസമയം ധ്യാനിക്കുക. ദൈവമേ, ക്ഷമയുടെ പാഠങ്ങൾ ഞാൻ അറിയുന്നു. ക്ഷമിക്കുവാൻ മനസ്സിനെ പാകപ്പെടുത്തുന്നു. എന്നിലെ പ്രകാശം തെളിയിക്കുവാൻ ഈ നോമ്പുകാലത്തെ ധ്യാനത്തിലൂടെ സാധിക്കുമെന്ന് ഞാൻ അറിയുന്നു. എൻ്റെ ഉള്ളിലെ വെളിച്ചത്തിന് തിളക്കമുണ്ടാകുമ്പോൾ അപരന്റെ ദുഃഖം കാണാൻ എനിക്ക് കഴിയുമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സൗഖ്യത്തിൻ്റെ ഉറവിടമായ ദൈവമേ, അപരനോട് ക്ഷമിക്കുവാനും അപരനെ കരുതുവാനും എന്നെ പഠിപ്പിക്കണമേ.
ആമേൻ. വേശ്യാസ്ത്രീ പറയുകയാണ്, മലമുകളിലെ സന്യാസി വിശുദ്ധനല്ല, അയാളുടെ കുഞ്ഞാണിത്. ഗ്രാമമാകെ ഞെട്ടി. ഇല്ല, ഈ അപരാധം വച്ചു പൊറുപ്പിക്കില്ല. സന്യാസി ഈ കുഞ്ഞിനെ അംഗീകരിക്കണം. അവർ സന്യാസിയെ സമീപിച്ചു. മോശമായ വാക്കുകൾ അദ്ദേഹത്തിന് നേരെ ഉതിർത്തു. അപ്പോൾ ശാന്തനായി തന്നെ സന്യാസി പറഞ്ഞു, ഓഹോ, അങ്ങനെയാണോ? എങ്കിൽ അങ്ങനെ തന്നെ. ആ കുട്ടി സന്യാസിയോടൊപ്പം വളരുകയാണ്. വർഷങ്ങൾ കഴിഞ്ഞു. പശ്ചാത്താപത്തോടെ ആ സ്ത്രീ സന്യാസി വര്യനെ സമീപിച്ചു. മാപ്പാക്കണം, അങ്ങ് നിരപരാധിയാണ്. അപ്പോഴും ശാന്തനായി ക്ഷമയോടെ ആ സന്യാസി പറഞ്ഞു, ഓഹോ, അങ്ങനെയാണോ? എങ്കിൽ അങ്ങനെ തന്നെ. കുരിശിന്റെ വഴിയിലൂടെ യാത്ര തുടരുക.